ഹായ്, ഞാൻ ജയശ്രീ. ദേവദത്തം ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഗുജറാത്തിലുള്ള കെവാഡിയയിലുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഞാനത് തുടക്കം മുതൽ പറയാം, ഞങ്ങൾ എങ്ങനെയാണ് യാത്ര തുടങ്ങിയതെന്ന്. കാരണം ഇനി ആർക്കെങ്കിലും അതൊരു ഉപകാരപ്രദമാണെങ്കിൽ നല്ലതല്ലേ. ഞങ്ങളവിടെ ചെന്നത്, ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ 3 പേരും ഒരു കാറ് ഹയർ ചെയ്തിട്ടാണ് അഹമ്മദാബാദിൽ നിന്ന് നമ്മളൊരു കാറ് ഹയർ ചെയ്തു. കുറച്ച് ദൂരമുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 200 കിലോമീറ്ററിന് മേലെ ആ ദൂരം ഉള്ളത് കൊണ്ട് നമ്മളൊരു കാർ എടുത്തു. ആ കാറിൽ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് പോയി. അപ്പോൾ കുറച്ചും കൂടി സാമ്പത്തികപരമായിട്ട് ലാഭം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടും പിന്നെ നമ്മുടെ സൗകര്യത്തിന് കാര്യങ്ങൾ നടക്കും എന്നുള്ളത് കൊണ്ടും ആ പോണ വഴിയൊക്കെ വളരെ ഭംഗിയാണ്. ഭംഗിയെന്ന് ഉദ്ദേശിക്കുന്നത് നിറച്ച് മരങ്ങളും ചില സ്ഥലത്ത് നല്ല മരുഭൂമികളും പോലെ സ്ഥലങ്ങളും ഉണ്ട്. ഒട്ടും മൊട്ടക്കുന്നായിട്ടിരിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് കുറേ ദൂരം നമുക്കൊന്നും ഭക്ഷണമൊന്നും കിട്ടാത്തൊരവസ്ഥയുണ്ട്. കാരണം ഒരു കടകളൊന്നുമില്ല, ഷോപ്പൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ വെള്ളം വേണം, അത്യാവശ്യം ഭക്ഷണ സാധനങ്ങളും വേണം. കുറേ ദൂരത്തോളം അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരാൾ യാത്ര തുടങ്ങണമെങ്കിൽ. നമുക്ക് അത്രയൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദൂരം, എനിക്ക് തോന്നുന്നു ഒരു 50-60 കിലോമീറ്റർ കഴിയുമ്പോൾ സൈഡിൽ എല്ലാവരും ചായയൊക്കെ കുടിക്കുന്ന അങ്ങനെ ഒരു ചെറിയൊരു ഷോപ്പ് അവിടെയുണ്ട്. അവിടുന്ന് ചായയൊക്കെ കുടിച്ച് അത്യാവശ്യം നല്ല കടി സ്നാക്സൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അത് സെയിം അത് രണ്ടും അവിടെ നിന്ന് എല്ലാം കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അവിടെ ചെല്ലാൻ കുറച്ച് നേരം എടുക്കുന്നത് കൊണ്ട് കുറച്ച് TDS ആണത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പക്ഷേ അത് ഒരു നല്ല രസകരമായൊരു കാഴ്ചയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നു. അവിടെ അത് കഴിഞ്ഞാൽ ഒരു 1.5-2 കിലോമീറ്റർ അപ്പുറമാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉള്ളത്. അപ്പോൾ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് പോകാൻ വേണ്ടി ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ഇൻ്റർവെല്ലിൽ അവരുടെ ബസ്സുണ്ട്. ആ ബസ്സിലാണ് നമ്മളെ കൊണ്ടുപോവുക. അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഓട്ടോറിക്ഷ കിട്ടും. ഓട്ടോ എന്ന് പറഞ്ഞാൽ ലേഡി ഓട്ടോ ആണ്. ലേഡിയാണ് ഡ്രൈവേഴ്സ്. അവർ ലേഡീസിന് ഇത്രയും ജോലി കൊടുക്കുന്ന ഒരു കാര്യവും കൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. എനിക്ക് 100 രൂപയാണെന്ന് തോന്നുന്നു ആ ഓട്ടോയിൽ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ. ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഈ ബസ്സിൽ പോവാം. ബസ്സിൽ ചില സമയത്ത് നല്ല ക്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ വേഗം സമയമൊന്നും ഇല്ലെങ്കിൽ ഇവരുടെ ഓട്ടോയിലാണ് പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രതിമ ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം ഉയരത്തിലാണ്. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നിന്നാൽ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ആ പാദത്തിൻ്റെ അവിടം വരെ പോലും നമ്മൾ ഉയരത്തിലാവില്ല. അത്രയ്ക്കും ഹൈറ്റിലാണ് ഉള്ളത്. അത് കുറച്ച് ദൂരം നടക്കണം. ഈ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടന്നാലേ അവിടെ എത്തുള്ളൂ. അതൊരു പൊല്യൂഷൻ്റെ ഒരു പ്രതിരോധമായിട്ടായിരിക്കും എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി കഴിഞ്ഞാലാണ് ഇവിടെ എത്തുക. ഈ പ്രതിമയുടെ ഉള്ളിലെത്തുക. പ്രതിമ പുറത്തുനിന്ന് കാണുന്ന മാതിരിയല്ല, ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മളെ ഒരു പ്രതിമയുടെ ഉള്ളിലാണ് നമ്മൾ നിൽക്കണേന്ന് നമുക്ക് ഒരിക്കലും ഒരു ഫീൽ ഉണ്ടാവില്ല. നമുക്ക് അത്ഭുതമായി പോവും, ഇങ്ങനൊരു പ്രതിമയുടെ ഉള്ളിലാണല്ലോ ഇത്ര വിശാലമായ സ്ഥലമുള്ളതെന്ന്. ആ കൺസ്ട്രക്ഷൻ നമ്മൾ കാണുമ്പോൾ അങ്ങനത്തെ ഒരു രീതിക്കാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം എല്ലാം ഉണ്ടാക്കിയേക്കണേ. അതിൻ്റെ രണ്ട് സ്ഥലത്തു നിന്ന് നോക്കിയാലും നമുക്ക് നർമ്മദാ നദി കാണാം. അതിൻ്റെ തീരത്താണ്. പിന്നെ അവിടെ തന്നെ ബോട്ടിംഗ് സംവിധാനമൊക്കെ ഉണ്ട്. ബോട്ടിങ്ങിലൊന്നും നമ്മൾ പോയിട്ടില്ല. നമ്മൾ സ്ഥിരം നമുക്കറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിനൊന്നും പോയിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് നോക്കിയാൽ കാണാം ഇത് മുഴുവനും. അത് അവിടെ പിന്നെ ഒരു മ്യൂസിയം ഉണ്ട്, ഒരു ലൈബ്രറി പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇങ്ങനെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പോലെ, അത് വൈകുന്നേരം ആകുമ്പോഴാണ് കേട്ടോ. ഒരു 7 മണിക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. അത് കൂടാതെ തന്നെ ഇതിനകത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പുറത്താണ്. ഇതിനകത്ത് തന്നെ പ്രതിമയുടെ ഉള്ളിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഗാലറിയിൽ ഫിലിം കാണിക്കുന്ന പോലെ ഇങ്ങനെ ഫിലിം കാണിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഉള്ളിൽ നല്ല സംവിധാനമാണെന്ന് പറഞ്ഞാൽ നല്ല സംവിധാനമാണ്. അവിടെ എല്ലാവരും പോയി കാണണം. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിമ കൺസ്ട്രക്ട് ചെയ്തതും അത്ര ഉയരത്തിൽ എത്ര ആൾക്കാരുടെ അധ്വാനം കൊണ്ടാണ് ആ പ്രതിമ ഇങ്ങനെ ആയത് എന്നുള്ളതും നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ മിയോവക്കി സൃഷ്ടിച്ച ഒരു ചെറിയ ഒരു വനം പോലെ, ആർട്ടിഫിഷ്യൽ വനം പോലെ ഒരു സ്ഥലമുണ്ട്. കുറേ ഗാർഡൻ ഉണ്ട്. ഇതെല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. കുറച്ച് ദൂരം പോകണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ആദ്യം വിചാരിക്കും അയ്യോ ഇത്രയും യാത്ര ചെയ്യണ്ടേന്ന്. പക്ഷെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് കിട്ടുന്ന അനുഭൂതി
വളരെ അധികമാണ്. എല്ലാവരും പോണം.